ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഏട്ടൻ ഓഫ് ആയതുകൊണ്ട് നമ്മൾ വേറെ എവിടേക്കും പോയില്ല. ഇത് ദുബായ് പെറ്റ്സ് ആൻഡ് ആനിമൽസ് മാർക്കറ്റാണ്. നമ്മളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു വെള്ളം ഞാൻ കാണിച്ചത് എന്താ വെച്ചാൽ അതവിടെ എപ്പോഴും അങ്ങനെ കെട്ടിക്കിടക്കണേയിരിക്കും. ഇപ്പം നമ്മൾ സെക്യൂരിറ്റിയോട് ചോദിച്ചു കഴിഞ്ഞപ്പം ഈ വണ്ടികൾ അതിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പം വണ്ടികളുടെ ടയറിൽ എന്തെങ്കിലും മറ്റേ അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു കെമിക്കൽ എന്തോ ആഡ് ചെയ്തിട്ടുള്ള വെള്ളമാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഈ പെറ്റ്സിൻ്റെ അടുത്തോട്ടേക്കാണല്ലോ പോകുന്നത്. അപ്പം ദേ അവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു കോമ്പൗണ്ടാണ് കേട്ടോ. അത് ചുറ്റും വലിയതാണ്. ഒരുപാട് സെക്ഷനാക്കിയിട്ട് തിരിച്ചിട്ട് അവരുടെ ക്ലിനിക്കും അവരുടെ ഓരോരോ പെറ്റ്സിനെ വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും അവർക്ക് ഗ്രൂമിങ്ങിനുള്ള സെക്ഷനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് പാർക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു അപ്പുറത്തെ സൈഡിൽ ഷെഡിലും പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം അതുവരെ നല്ല ചൂടും വെയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് പിന്നെ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു പൂച്ച കുറേ നേരമായിട്ട് ഏട്ടനെ തന്നെ ചുറ്റിപ്പറ്റി ഏട്ടൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പുള്ളിക്കാരൻ കയറുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓരോ സെക്ഷനാക്കിയിട്ടാട്ടാ. ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. കാരണം എന്താ പറയുക, എല്ലാത്തിൻ്റെ ഉള്ളിൽ ആൾക്കാർ കുറേ പേരുണ്ട്. അപ്പോൾ നമ്മളിപ്പം വീഡിയോ എടുക്കുമ്പം അവർക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇത് ഒരുപാട് പക്ഷികളുണ്ട്, പൂച്ചകളുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഞാൻ ഇനി സൂം ചെയ്യാൻ പോകുന്നതേ നമ്മുടെ എലിയുടെ കുഞ്ഞുങ്ങളാണ്. ഞാൻ ആലോചിക്കുന്നുണ്ട് എലിയുടെ കുഞ്ഞിനൊക്കെ കൊണ്ടുപോയിട്ട് എങ്ങനെ പെറ്റായിട്ട് വളർത്തുന്നതെന്ന്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ, നമ്മളത് റെസ്പെക്റ്റ് ചെയ്യണം. കഴിക്കണമെങ്കിൽ നല്ല പട്ടി. നെക്സ്റ്റ് എനിക്ക് അത്ഭുതം തോന്നിയൊരു പെറ്റാണിത്, ആമക്കുട്ടന്മാർ. അറിയില്ല എന്താണാവോ. ഇത് നോക്കി എന്താ സാധനം? തല തിരിഞ്ഞൊക്കെ ഇരിക്കണേ പുള്ളി. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മളുടെ മുയൽക്കുട്ടന്മാരാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലോണൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ കുറച്ച് കഫേസൊക്കെ ഉണ്ട് കേട്ടോ ചായ കുടിക്കാൻ. ഇനിയാണ് മെയിൻ ഐറ്റം വരണേ, കാണും. എന്തുട്ടാ ചില്ലാത്തല്ലോ ചേ. ഇതിനാണ് നീ എടുത്തത്? പിരിഞ്ഞു പിരിഞ്ഞ് കിടക്കണ്ടായി. എന്താന്നറിയില്ല. ഇതിന് ആ എഴയണ അങ്ങോട്ട് കാണുമ്പോ എന്താണ്ട് പുഴുവിനിട്ട് കൊടുത്തേക്കണുണ്ടോ? ഈ സാധനത്തിനൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവും. ഞാൻ ഒരു കണക്കിനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ആൾക്കാർ എങ്ങനെ ഇതിനെ പെറ്റ്സാക്കിയിട്ട് വാങ്ങിക്കണമെന്നാണ് ഞാൻ ഓർക്കണേ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഫിഷൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഫിഷിൻ്റെ ഏരിയയിൽ നിറയെ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ വലിയ കാര്യമായിട്ട് ആ ഏരിയയിൽ എടുക്കാതിരുന്നത്. നമ്മുടെ വീട്ടിലിരിക്കുന്ന മീൻകുട്ടന്മാരെ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വരാം. ദുബായ് വർസൻ 3ലാണ് ബേർഡ്സ് ആൻഡ് പെറ്റ്സ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി.